ദിവസവും രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണം. അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ 101 സ്വലാത്ത് ചെല്ലണമെന്ന് എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ അഭിവന്യനായ ഗുരുവര്യർ, എന്നെ ഞാനാക്കി മാറ്റിയ, എന്റെ എല്ലാ കുറവുകളും കണ്ടു ചേർത്തു നിർത്തിയിട്ട് എന്നെ പഠിപ്പിച്ച ആദരണീയനായ ശൈഖുൽ ഹദീസ് ബീരാൻകുട്ടി ഹളറത്ത് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ തന്ന ഇജാസത്ത് 15 വർഷമായി പടച്ചവന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ 15 വർഷത്തിന്റെ ഉള്ളില് ഓരോ ദിവസം സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും 100 സ്വലാത്ത് വീതം ചെല്ലാൻ എനിക്ക് അനുമതി തന്ന ഇജാസത്ത് തന്നിട്ട് ഈ നിമിഷം വരെ ഇന്ന് ഞാൻ ഈ സദസ്സിൽ കയറുമ്പോഴും ഞാൻ ചൊല്ലിക്കിട്ടാ കയറിയത്. പ്രിയപ്പെട്ടവരെ, 15 വർഷമായി ഞാൻ മുടക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ഇജാസത്ത് കൊടുക്കുമല്ലോ ഒരുപാട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പുണ്യ റബീഇന്റെ പുണ്യ വസന്തത്തിന്റെ രാത്രിയിൽ, റബീഉൽ അവ്വൽ മാസം 11-ാം തീയതി സൂര്യൻ അസ്തമിച്ച 12-ാമത്തെ രാത്രിയിൽ ഈ അനുഗ്രഹീതമായ ഇഷ്കിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുമ്പോ ഇവിടെ വെച്ച് തീരുമാനമെടുത്തു പോകൂ പെങ്ങളെ. ഒരിക്കൽ പോലും മരിക്കുന്നത് വരെ നിസ്കാരമില്ലാത്ത സമയത്തും നമുക്ക് ചൊല്ലാം ചെയ്യാം. ഒരു 101 സ്വലാത്ത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം. ഈ ദിവസത്തിൽ നമുക്കൊരു സമ്മാനം നമ്മുടെ പ്രവാചകന് കൊടുക്കാം. ആ പ്രവാചക പ്രഭുവിന് കൊടുക്കുന്ന ജന്മദിന സമ്മാനം 101 സ്വലാത്ത് എന്റെ മരണം വരെ ഞാൻ ചൊല്ലും. വല്ലാഹി റബ്ബിൽ കഅബ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാൻ പറ്റും. സ്വലാത്ത് നമ്മുടെ ലഹരിയായാൽ ആ സ്വലാത്ത് നമുക്ക് സമ്പത്ത് വലിച്ചു കൊണ്ടുതരും. ആ സ്വലാത്ത് നമുക്ക് വിഷമങ്ങൾ മാറ്റിത്തരും. ആ സ്വലാത്ത് നമ്മുടെ ദാരിദ്ര്യം മാറ്റിത്തരും. ആ സ്വലാത്ത് നമ്മുടെ തടിക്ക് സലാമത്ത് നൽകും. ആ സ്വലാത്ത് നമ്മുടെ റൂഹിന് ആനന്ദം നൽകും. ആ സ്വലാത്ത് നാളെ ഖബറിൽ രക്ഷയ്ക്കെത്തും. ആ സ്വലാത്ത് നമ്മുടെ മരണസമയത്ത് സക്കറാത്ത് എളുപ്പമാക്കും. ആ സ്വലാത്ത് നാളെ പരലോകത്ത് നമുക്ക് ലിവാഉൽ ഹംദ് തരും. ആ സ്വലാത്ത് നാളെ ഹൗലിൽ നിന്ന് പാനം തരും. ആ സ്വലാത്ത് നമുക്ക് 2 പാദങ്ങളും സ്വർഗത്തിൽ ഊതുന്നതുവരെ നിർഭയത്വം നമുക്ക് തരും. ആ സ്വലാത്ത് അള്ളാന്റെ ഹബീബിന്റെ തൃക്കല്യാണത്തിൽ നമ്മളെ പങ്കെടുപ്പിക്കും. ആ സ്വലാത്ത് കൊണ്ട് റബ്ബിന്റെ തിരുദർശനമെന്ന ലിഖാ നമുക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലയിൽ നബി തങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ തീരുമാനിക്കും. ആ രീതിയിൽ നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ പാർലമെന്റിന്റെ അകത്ത് പോയാലും, സെക്രട്ടേറിയറ്റിന്റെ അകത്ത് പോയാലും, നിയമസഭയ്ക്കകത്ത് പോയാലും, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ പോയാലും, എവിടെയാണോ നമ്മൾ പോകുന്നത്, കളക്ടറേറ്റിൽ പോയാലും, വില്ലേജിൽ പോയാലും, താലൂക്കിൽ പോയാലും, പഞ്ചായത്തിൽ പോയാലും, എവിടെ പോയാലും ബാത്റൂമിൽ ഒഴിച്ച് വേറെ എവിടെ, ബാത്റൂമിൽ ഒഴിച്ച് ആകാശത്തിന്റെ ചുവട്ടിൽ, ഭൂമിയുടെ മുകളിൽ, വാഷ്റൂമിൽ, ബാത്റൂമിൽ, ടോയ്ലറ്റിൽ പോകുമ്പോഴൊഴിച്ച്, ഏത് തലക്കൊമ്പന്റെ, ഏത് വലിയ കുടുംബത്തിൽ പിറന്നവന്റെ മുമ്പിലായാലും, അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിലായാലും, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പിലായാലും, കേരള മുഖ്യമന്ത്രിയുടെ മുമ്പിലായാലും, കേരള ഓപ്പോസിഷൻ ലീഡറുടെ മുമ്പിലായാലും, ആരുടെ മുമ്പിലായാലും മുഹമ്മദ് എന്ന് കേട്ടാൽ ഉറക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പ്രവാചക പ്രേമികളാകണം. അതാണ് റബീഉൽ അവ്വൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാന്റെ ഹബീബ് നിരോധിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നബിദിനാഘോഷം നടത്തുമ്പോ പത്തനംതിട്ടയിൽ റസൂലുള്ളാഹിനെതിരെ ചോദ്യപേപ്പർ എഴുതിയവരും അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞത്, ഫഇൻ തവല്ലൗ, നിങ്ങളിൽ അവരിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ, അവർക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങളും ദുഃഖിതനാണെന്ന് പറഞ്ഞിട്ടും, അവർക്ക് സന്തോഷം വരുമ്പോൾ നിങ്ങൾക്കതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞിട്ടും, അവരോട് നിങ്ങൾക്ക് അങ്ങേ അറ്റത്തെ റൗഫത്താണെന്ന് പറഞ്ഞിട്ടും അവര് മനസ്സിലാക്കാതെ, സ്വലാപ്പ് ചെല്ലാതെ, നിങ്ങളുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നുവെങ്കിൽ നബിയെ ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പറ, ഖുബ്ബത്തുൽ ഖളറാഇന്റെ ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പൂമാരൻ, ആ പ്രിയപ്പെട്ട നബിതങ്ങൾക്ക് നാക്കുകൊണ്ട് പറയാൻ ഇനി കഴിയില്ല. അത് അവിടത്തെ അനുയായികളായ, അനന്തരാവകാശികളായ ഈ നാട്ടിലെ പണ്ഡിതന്മാരുടെ നാവിലൂടെ അള്ളാഹുവിന്റെ റസൂല് പറയിപ്പിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഫഖുൽ ഹസ്ബി അല്ലാഹ്, നിങ്ങൾ എനിക്ക് വേണ്ട, എനിക്കെന്റെ അല്ലാഹ് മതി, എനിക്കെന്റെ റബ്ബ് മതി, ധൈര്യമായിട്ട് പറയൂ നബിയെ എന്ന്. അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് ഒഴിവാക്കിയ ഒരു വിഭാഗത്തിൽ നമ്മൾ പെടണോ? നിങ്ങളെനിക്ക് വേണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ വിഭാഗത്തിൽ നമുക്ക് പെടണോ? വേണ്ട. നമുക്ക് സ്നേഹിക്കാം,
നമുക്ക് ലിമിറ്റ്സ് ഇല്ലാതെ സ്നേഹിക്കാം, പരിധിയില്ലാതെ പ്രണയിക്കാം. ആർക്കും ഭർത്താവിനേക്കാൾ നമ്മൾ സ്നേഹിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടോ അള്ളാന്റെ ഹബീബിനെ പറ്റി? ഒരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്റെ കയ്യിൽ റസൂലുള്ളാന്റെ ഫോട്ടോയുണ്ട് എന്ന്? ഞാൻ നബിതങ്ങളെ വരച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കാ കഴിയുക? നമ്മൾ ഇന്നുവരെ ഒരു സ്തൂപമോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു രൂപമോ ഏതെങ്കിലും ഒരു ചിത്രമോ ഒന്നുമില്ലാതെ ഇതൊക്കെ ഉള്ള കൺമുമ്പിൽ നിൽക്കുന്ന കൺകണ്ട ഭർത്താവിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നില്ല പെങ്ങളെ? സ്നേഹിക്കണ്ടേ നമുക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? ചിന്തിച്ചു നോക്ക്. ഞാനിപ്പോ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? സംഘാടകർ എന്നെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാണ്? ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നത്, എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നത്, എൻ്റെ വാപ്പയെ സ്നേഹിക്കുന്നത്, ഞാൻ ആദരണീയരായ ഉസ്താദിനെ സ്നേഹിക്കുന്നത്, ഉസ്താദ് എന്നെ സ്നേഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ് അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നേഹം ഉണ്ടല്ലോ നമുക്ക്. അള്ളാഹു സ്നേഹം നിലനിർത്തി തരട്ടെ. സുഹൃത്തെന്ന് മാത്രം പറഞ്ഞാൽ മതി, ചങ്ക് ബ്രോ എന്നൊന്നും പറയണ്ട, അതൊക്കെ ന്യൂജൻ ഭാഷയാണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ തന്നെ സു എന്ന് പറഞ്ഞാൽ നല്ലത്, ഹൃത്തെന്ന് പറഞ്ഞാൽ ഹൃദയം, സുഹൃത്തെന്ന് പറഞ്ഞാൽ നല്ല ഹൃദയം എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്? നാലാൽ ഒരു കാരണത്തിന്റെ പേരിലെ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഭാര്യമാരെ സ്നേഹിക്കുന്നത് എന്തിന്റെ പേരിലാന്നറിയോ? നിന്റെ പേരില. അസാസുൽ മഹബ്ബത്തി, ഒരു സ്നേഹിതൻ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം നാലിൽ ഏതെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, നാലിൽ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാവും സ്നേഹിക്കാൻ. അൽ ജമാൽ വൽ കമാൽ വൽ ഖറാബ വൽ ഇഹ്സാൻ. ജമാലിയത്ത്, കമാലിയത്ത്, ഖറാബത്ത്, ഇഹ്സാൻ. ഈ നാലിൽ ഏതെങ്കിലും ഒന്നിന്റെ പേരിലായിരിക്കും നമ്മൾ സ്നേഹിക്കുക. സെലിബ്രിറ്റികളെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പൊ എല്ലാം താഴെ വീണു അല്ലേ? ഇപ്പൊ എല്ലാം സ്നേഹിച്ചവരൊക്കെ താഴെ വീണു. ഇത് അനുഗ്രഹീതമായ രാവായത് കൊണ്ട് വേറെ ഭാഷകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ, സാധാരണ നമ്മളൊരു വഴിയെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ കയറും, പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ. ഇതൊന്നും ഇന്നത്തെ രാത്രി യോജിച്ചതല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. നമ്മൾ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണ് അല്ലേ? ഒരാള് നല്ല സൗന്ദര്യമുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി സ്നേഹം ഉണ്ടാവും അയാളോട്. രണ്ടാമത് സ്നേഹത്തിന്റെ മാനദണ്ഡം എന്താണ്? അൽ കമാൽ, പൂർണ്ണത, വ്യക്തിത്വം. ഒരാള് നല്ല സ്വഭാവമുള്ള ആളാ, നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമാണ്, അയാളെ നമുക്ക് വലിയ സ്നേഹമായിരിക്കും, കാണാൻ മൊഞ്ചൊന്നും ഉണ്ടാവൂല. ഇനി മൂന്നാമതൊരു ബന്ധമുണ്ട്, അതിന്റെ പേര് ഖറാബത്ത് എന്നാണ്, കുടുംബ ബന്ധം. കാണാൻ ഒരു ചേലും ഇല്ല, സ്വഭാവം തീരെ കൊള്ളില്ല, പക്ഷേ പെണ്ണ് പറയും എന്ത് ചെയ്യാൻ ഉസ്താദെ, കെട്ടിയോനായി പോയില്ലേ എന്ന്. ബന്ധം. ചില വാപ്പമാര് പറയും എന്ത് ചെയ്യാൻ, മോനായി പോയില്ലേ. ചില മക്കള് പറയും എന്ത് ചെയ്യാൻ, എന്റെ വാപ്പ ആയിപ്പോയി. കാണാൻ ഒരു ചേലുമില്ല, സ്വഭാവത്തിൽ യാതൊരു നന്മയുമില്ല, പക്ഷേ എനിക്ക് തല്ലാനോ കൊല്ലാനോ പറ്റുമോ, എന്റെ വാപ്പ ആയിപ്പോയില്ലേ എന്ന് ചിലർ പറയും. അതെന്താ? സ്നേഹത്തിന്റെ മാനദണ്ഡം അവിടെ മൂന്നാമത്തതാണ് അൽ ഖറാബ. നാലാമത്തേത് സംഘാടകരിപ്പ എന്നെ സ്നേഹിക്കും പോലെ, ഞാൻ ഇപ്പൊ നിങ്ങളെ സ്നേഹിക്കും പോലെ, അൽ ഇഹ്സാൻ. എന്തെങ്കിലും ഗുണം. 2 മണിക്കൂർ ഏരൂർ മഹല്ലത്തിന്റെ പരിപാടിയിൽ ഞാൻ പ്രസംഗിക്കുന്നു. പുണ്യ റബീഇന്റെ രാത്രിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടക്കേണ്ട ഞാൻ എന്റെ മുത്തിനെ പറ്റി പറയാൻ മൈക്ക് വെച്ച് കെട്ടി, സ്റ്റേജും കെട്ടി, ബഹൂറും പുകച്ച് അള്ളാഹുവിന്റെ ദാസന്മാരെയും ദാസിമാരെയും മുന്നിലിരുത്തിയിട്ട് പറയാൻ അവസരം തന്നു സംഘാടകര്. ഗുണമുണ്ടായി എനിക്ക് നിങ്ങളെ കൊണ്ട്. അതിന്റെ പേരിലാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ 4 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു മാനദണ്ഡമില്ലാതെ ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുവോ? ഇല്ല, ഇല്ല. ഈ 4 മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധന നടത്തിയാൽ ലോകത്ത് സ്നേഹിക്കപ്പെടാൻ ഒരേ ഒരു വ്യക്തിയെ കാണൂ, അതാണ് നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ വിവരണം. 1 മണിക്കൂർ പിന്നിട്ടു, ഇനി 3/4 മണിക്കൂർ എനിക്കുണ്ട്. 1.25 മണിക്കൂറായി, ഇനി 3/4 മണിക്കൂറുണ്ട്. ആ 3/4 മണിക്കൂർ നിങ്ങൾ കേട്ടോ. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യവാനാരാ? വെറുതെ പറഞ്ഞാ പോരാ, തെളിവ് വേണം. ഖുർആനിൽ നിന്നും വേണം, ഹദീസിൽ നിന്നും വേണം.
ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിത്വമാരാണ്. ലോകത്തെ ഏറ്റവും വലിയ നമ്മുടെ ഖറാബത്ത് ബന്ധമാരാ. ഏറ്റവും വലിയ ഉപകാരം ആരിൽ നിന്നാ? നോക്കൂ നിങ്ങൾ, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കുന്നത് അയാളുടെ സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ നമുക്ക് സ്നേഹിച്ചൂടെ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വീട്ടിൽ സൂചിയും നൂലും കൊണ്ട് തുണി നെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സൂചി നിലത്ത് വീണ് പോയി. ആ സമയത്ത് സൂചി എടുക്കാൻ കഴിയാതെ ഞാനിങ്ങനെ തപ്പിത്തടയുകയാ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നത്തെ പോലെ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ അന്നില്ലല്ലോ. എണ്ണ വിളക്കല്ലേ അവിടെ ഉള്ളത്. പലപ്പോഴും വിളക്കിൽ എണ്ണ ഒഴിക്കാറില്ല. കാരണം ആ എണ്ണ ഒഴിച്ചാൽ കഴിക്കാൻ ഭക്ഷണത്തിന് പാകം ചെയ്യാൻ എണ്ണ കിട്ടൂല. അതുകൊണ്ട് എണ്ണ വിളക്കിൽ എണ്ണ ഒഴിക്കാതെ പലപ്പോഴും എണ്ണ എടുത്തിട്ട് പാചകം ചെയ്യാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നെന്ന് ഹദീസുകളിൽ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ വിളക്കിൽ എണ്ണയില്ലാത്തത് കൊണ്ട് വിളക്കില്ല. എന്റെ റൂമിനകത്ത് സൂചി നിലത്ത് വീണ് പോയപ്പോ ഞാൻ എവിടെയാണ് സൂചി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് തടയുമ്പോ ഇതാ കടന്നു വരുന്നു റൂഹി ഫിദാ അഹ്മദ് മുജ്തബ. എന്റെ റസൂൽ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്നും അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലത കണ്ടിട്ട് എന്റെ നിലത്ത് വീണ സൂചി ഞാൻ എടുത്തു. ഇത് സിനിമയുടെ തിരക്കഥയല്ല, ഇത് സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇത് നാടകത്തിന്റെ ഇതിവൃത്തമല്ല. ഇത് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റിയുള്ള താരീഖുകളിൽ കാണാൻ കഴിയുന്ന കാര്യമാ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് സൂചി പോലും നിലത്ത് വീണത് എടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറയുമ്പോ, ഒരു രാത്രിയിൽ റസൂലുള്ളാഹിനെ ഇങ്ങനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല. അടുത്ത് കിടന്ന തന്റെ ചൂടും ചൂരുമേറ്റ് തന്റെ അടുത്ത് കിടന്ന റസൂലിനെ കാണാനില്ല. ആയിഷ ബീവിക്ക് അറിയാം, റസൂല് വിരിപ്പിലില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാകുമെന്ന്. എവിടെയാണ് റസൂൽ ഉണ്ടാവുക? ഒരു കർട്ടന്റെ തൊട്ടപ്പുറത്തുള്ള മസ്ജിദുൻ നബവി. അതിനകത്ത് രാത്രി എന്റെ റസൂൽ ഇബാദത്തിലായിരിക്കും. കതക് തുറന്നു, കർട്ടൻ നീക്കിയിട്ട് നോക്കുമ്പോ പള്ളിക്കകത്ത് റസൂലില്ല. ഇനി പള്ളിയിലും ഇല്ലെങ്കിൽ എവിടെയാണ് ഉണ്ടാവുകയെന്ന് നന്നായിട്ടറിയാ. അള്ളാന്റെ ഹബീബിന്റെ മറ്റ് ഭാര്യമാരുടെ അടുക്കലേക്ക് പോവുകയാ. അന്തിസ് ഇനിസ്വതിൻ വഫാതിൽ മുസ്തഫ خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീട്ടിലേക്ക് പോവുകയാ. എവിടെയാ മറ്റ് ഭാര്യമാരുടെ വീട്? ഒന്ന് ഏരൂരില്, മറ്റത് തടിക്കാട്, മറ്റൊന്ന് അഞ്ചലില്, മറ്റൊന്ന് പത്തടിയില്, മറ്റൊന്ന് ആയൂര്, അടുത്തത് കാരാളികോണത്ത്, അടുത്തത് ചടയമംഗലത്ത്, മറ്റത് നിലമേല്, കിളിമാനൂര്, കാരേറ്റ്. ഇങ്ങനെയല്ല. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഭാര്യമാര് മസ്ജിദുൻ നബവിയുടെ 4 ഭാഗത്ത് ചെറിയ കുടിലുകളിലാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് താമസിച്ച വീടുകൾ അൽ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, കുടിലുകൾ എന്നാണ് അർത്ഥം. ഹുജറാത്ത് എന്ന് പറയുന്ന അധ്യായം റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലാഹു പറഞ്ഞ അധ്യായമാണ്. ആ വീടുകൾ ഓരോ വീട്ടിന്റെ മുന്നിലും ചെന്ന് കതകിനെ മുട്ടി. ആയിഷ ബീവിയെ കണ്ടപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓരോ ഭാര്യമാര് ചോദിച്ചു, എന്താ മോളെ, എന്റെ റസൂൽ ഇങ്ങോട്ട് വന്നോ? ഇല്ല, അപ്പുറത്ത് കാണും. അവിടെ ചെന്ന് ചോദിച്ചു, ഇവിടെയില്ല. അടുത്ത വീട്ടിൽ പോയി, അവിടെയില്ല. അടുത്ത വീട്ടിൽ പോയി, അവിടെയുമില്ല. സങ്കടത്തോടെ റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ? എന്റെ കൂടെ കിടന്ന എന്റെ നായകൻ എവിടെയാണ്? എന്റെ റസൂൽ എവിടെയാണ്? സംഭീതയായി, പരിഭ്രമചിത്തയായി, വിഷാദ വിഷണ്ണയായി, വ്യാകുല വിഹുലയായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പതറുമ്പോൾ, പരതുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ബഖീന്റെ ഭാഗത്തൊരു പ്രകാശം കാണുകയാ. ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു പ്രകാശം കാണുകയാ. മസ്ജിദുൻ നബവിയുടെ അടുത്ത് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഇന്ന് റസൂൽ കിടന്നിറങ്ങുന്ന റൗളാ ശരീഫ് നിൽക്കുന്ന വീട് ആയിഷ ബീവിയുടെ വീടാ. അവിടെ നിന്ന് നോക്കുമ്പോ അതാ ബഖീന്റെ
ഭാഗത്തൊരു പ്രകാശം കാണുകയാ. ആ പ്രകാശം ആരുടെ പ്രകാശമാണ്? അത് എന്തിന്റെ പ്രകാശമാണ്? 14-ാം രാവിന്റെ പൗർണമിയുടെ അമ്പിളിമാമന്റെ മനോഹരമായ ചന്ദ്രന്റെ പ്രകാശമല്ല, നിലാവിന്റെ ആ പ്രകാശമല്ല കണ്ടത്. ആ കണ്ടത് ആരുടെ പ്രകാശമാണെന്നറിയോ? ബഖീ എന്ന് പറയുന്ന പ്രദേശത്ത് നിൽക്കുന്ന ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് പ്രകാശം പരക്കുകയാ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറൂജി. നേരത്തെ ആയിഷ ബീവിയുടെ വീട്ടിലെ വിളക്ക്, ആ വിളക്ക് കത്തിച്ച് സൂചി എടുക്കാൻ വിളക്കിൽ എണ്ണയില്ലാത്തതിന്റെ പേരിൽ വിഷമിച്ചപ്പോ നബി തങ്ങളുടെ റൂമിലേക്ക് കയറി വന്ന പ്രകാശത്തിന്റെ ആ പോരിശയായ പ്രകാശത്തിന്റെ പ്രോജ്വലതയിൽ സൂചിയെടുത്ത ആയിഷ ബീവി കണ്ടത് അള്ളാന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്നും അടിച്ച പ്രകാശമാണ്. എന്തൊരു സൗന്ദര്യമാണ്! ഒന്നാലോചിച്ച് നോക്കിയേ. നെറ്റിത്തടത്തിൽ നിന്നടിക്കുന്ന പ്രകാശം കാരണം വേറെ ലൈറ്റിന്റെ ആവശ്യമില്ല. അത്രയും വലിയ സൗന്ദര്യം. ആയിഷ ബീവി ഓടി അടുത്തേക്ക് ചെന്നിട്ട് നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നബിയേ, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ, നീ പേടിച്ചു പോയോ? അപ്പോ കിട്ടാതിരുന്ന് കിട്ടിയ ഒരു പേടിക്ക് ശേഷം, ഒരു ഭയത്തിന് ശേഷം കിട്ടിയ ആശ്വാസത്തിൽ ആയിഷ ബീവി ഒരു തമാശ പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, നബിയെ, ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ രാത്രി കണ്ടില്ലെങ്കിൽ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇന്നത്തെ രാത്രി ഏതാന്നറിയോ മോളെ? ഞാൻ എങ്ങനെയാണ് റൂമിൽ കിടന്നുറങ്ങാൻ കഴിയുക? ഈ രാത്രി ഷഹബാനിന്റെ 15ന്റെ രാത്രിയാ, ബറാഅത്തിന്റെ രാത്രിയാ. ഈ രാത്രി കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുക്കും. ഏരൂരിലെ നിങ്ങളുടെ വീട്ടിൽ ഒരു ആടുണ്ടെങ്കിൽ, ജനിച്ചത് മുതൽ 1.5 വർഷം കൊണ്ട് നിങ്ങളെ കൂടെ നടക്കുന്ന ഒരു ആട്, ആ ആടിന്റെ രോമങ്ങൾ എത്രയെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയോ? ഏരൂരുള്ള ആട് പോലെയല്ല കൽബ് ഗോത്രത്തിന്റെ ആട്. ആ കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് രോമം കൂടുതലാ. ആ രോമത്തിന്റെ അളവനുസരിച്ച് പാപം ചെയ്തവനും അല്ലാഹു പുറത്തു കൊടുക്കും ശഅബാൻ 15-ന്. അപ്പൊ ഈ രാത്രി ഞാൻ എങ്ങനെ കിടന്നുറങ്ങും ആയിഷ? അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാൻ ബഖീ എന്ന ആ ശ്മശാനത്തിൽ അഥവാ മഖ്ബറയിൽ വന്നതാണ്. നബി തങ്ങളുടെ സൗന്ദര്യം ഇതിനപ്പുറം വിവരിക്കണോ? ഇതങ്ങോട്ട് ദഹിച്ചിട്ടില്ല എങ്കിൽ, ഇത് പോരെങ്കിൽ ഞാൻ മറ്റൊന്ന് പറയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനാണോ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്? നബി തങ്ങൾക്കാണോ? പ്രിയപ്പെട്ടവരെ, തർക്കമില്ലല്ലോ. ഇസ്രാഇന്റെ മേറാജിന്റെ രാത്രി 3-ാം ആകാശത്ത് വെച്ച് യൂസുഫ് നബിയെ കണ്ട കഥ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ യൂസുഫിനെ ഞാൻ 3-ാം ആകാശത്ത് വെച്ച് കണ്ടു. ആ സമയത്ത് ഞാൻ യൂസുഫിനെ നോക്കുമ്പോ എന്റെ സൗന്ദര്യത്തിന്റെ പകുതി എന്റെ യൂസുഫിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഏറ്റവും വലിയ സൗന്ദര്യം ആർക്കെന്നാ ലോകം മനസ്സിലാക്കിയത്? യൂസുഫ് നബിക്കുള്ള സൗന്ദര്യം എന്നാണ്. അത് ആരുടെയും തെറ്റല്ല. യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ പറ്റി ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്. സലീഹ എന്ന സുന്ദരിയായ മന്ത്രിയുടെ പ്രിയപ്പെട്ട ഭാര്യ യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് യൂസുഫ് നബിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി ഓടിയ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അരമനയിലെ രഹസ്യം അങ്ങാടി പാട്ടായി. അവസാനം പെണ്ണുങ്ങളൊക്കെ കളിയാക്കാൻ തുടങ്ങി, സലീഹ, നിനക്ക് എന്തിന്റെ സോക്കേടാ? നീ എന്തിനാ യൂസുഫിനെ പിടിക്കാൻ പോയത്? സലീഹയുടെ മനസ്സിൽ പെണ്ണിന്റെ ചതി വലിയ ചതിയാണ്. മനസ്സിലാക്കണം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കാമുകന്മാരോട് പറയാനുള്ളത് ഒറ്റ കാര്യം, ഖുർആൻ പഠിക്കും. നമ്മളിപ്പോഴും ഏറ്റവും വലിയ ചതി ആരുടെ ചതി എന്നാ മനസ്സിലാക്കിയത്? ശൈത്താന്റെ ചതിയല്ലേ? അല്ലേ? ശൈത്താന്റെ ചതിയല്ലേ? ശൈത്താന്റെ ചതിയല്ലേ ഏറ്റവും വലിയ ചതി? എന്നാ അല്ലാഹ് പറഞ്ഞു, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. ശൈത്താന്റെ ചതി ലഘുവായ ചതിയാണ്. പക്ഷെ പെണ്ണിന്റെ ചതിയോ, ഇന്ന കൈദകുന്ന അളീം. പെണ്ണിന്റെ ചതി വലിയ ചതിയാ. പെണ്ണിന്റെ ചതി വലിയ ചതിയാ. പെണ്ണ് തേക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണ് തേച്ചിട്ട് പോകും. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ചതിയിൽ യൂസുഫ് നബിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അവസാനം നിരപരാധിയാണെന്ന് തെളിഞ്ഞു.
നമ്മൾ അറിയണം, നാട്ടുകാരികളുടെ മുമ്പിൽ എൻ്റെ പേര് പോയി എന്ന എല്ലാ പെണ്ണുങ്ങളും ഒന്ന് മനസ്സിലാക്കട്ടെ, എൻ്റെ യൂസുഫ് ആരാണ്. എല്ലാവരുടെ കയ്യിൽ ഓരോ ആപ്പിളും കൊടുത്ത് കത്തിയും കൊടുത്ത് യൂസുഫ് നബി ഇറക്കി അങ്ങ് വിട്ടു. ഇറക്കി വിട്ടപ്പോ യൂസുഫ് നബിയെ പറ്റി അള്ളാഹ് ഖുർആനിൽ മദ്ഹ് പറയാൻ, യൂസുഫ് നബിയെ പറ്റി അള്ളാഹു ഖുർആനിൽ മൗലിദ് പറയാൻ. എന്താണെന്നറിയോ? അവിടുത്തെ പെണ്ണുങ്ങള് യൂസുഫ് നബിയെ ഇങ്ങനെ നോക്കി നിന്നു. ആ സൗന്ദര്യത്തിൽ ഇങ്ങനെ ആകൃഷ്ടരായിക്കൊണ്ട് പെണ്ണുങ്ങൾ നോക്കി നിന്നിട്ട് യൂസുഫ് നബി ഇങ്ങനെ നടന്നങ്ങ് പോയിട്ട് കയ്യിലേക്ക് നോക്കുമ്പോ ബ്ലഡ് ഒഴുകുക. ആപ്പിള് മുറിഞ്ഞിട്ട് വിരലുകൾ മുറിക്കപ്പെട്ടു പോയി. ചരിത്രം എല്ലാവർക്കും അറിയാം, ഞാൻ അത് പറയാനല്ല പറഞ്ഞത്. ആ സമയത്ത് യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞത് ഖുർആൻ എടുത്ത് സൂറത്ത് യൂസുഫിൽ ഉദ്ധരിച്ചു. എന്താണെന്നറിയോ? അതാണ് യൂസുഫ് നബിയുടെ സൗന്ദര്യം. എന്താണ്? പടച്ചോനാണ്, ഇത് മനുഷ്യനല്ല. ഈ പോകുന്ന യൂസുഫ് മനുഷ്യനല്ല, ഇത് ഏതോ മലക്കാണ്. മനുഷ്യന് ഇത്രത്തോളം സൗന്ദര്യം വരൂല. പച്ച മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യന് ഇത്രത്തോളം സൗന്ദര്യം വരൂല. അതുകൊണ്ട് പ്രകാശത്താൽ പടയ്ക്കപ്പെട്ട ഏതോ മലക്കാണ് ഈ പോകുന്നതെന്ന് പറഞ്ഞ് മിസ്രിലെ പെൺകുട്ടികളുടെ കൈമരൾ മുറിക്കപ്പെട്ട് അവരുടെ ശരീരത്തിലെ കൈവിരലുകളിൽ നിന്ന് ചോര ചാലിട്ടൊഴുകുന്നത് അവരെ അറിഞ്ഞില്ല എങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ഹബീബ്, എന്റെ നായകൻ, എന്റെ റസൂൽ, മദീനയുടെ പെണ്ണുങ്ങള് എന്റെ റസൂലിനെ കണ്ടു തീർത്തിട്ടില്ല. മിസ്രിലെ പെണ്ണുങ്ങള് യൂസുഫ് നബിയെ കണ്ടിട്ട് മുഴുവനായി സൗന്ദര്യം മുഴുവനും ആസ്വദിച്ചിട്ട് അവരുടെ കൈവിരലുകൾ മുറിക്കപ്പെട്ടത് അറിഞ്ഞില്ലെങ്കിൽ എന്റെ റസൂലുള്ളാഹിന്റെ ശരീരം മുഴുവനും കാണണ്ട. എന്റെ മുട്ടിന്റെ നെറ്റിത്തടത്തിന്റെ പ്രകാശം ഈജിപ്തിലെ മിസ്രിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നെങ്കിൽ വല്ലാഹി ആ പെണ്ണുങ്ങളെ ഹൃദയം പൊട്ടി മരിച്ചു പോകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതെന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന് സൗന്ദര്യത്തെ പറ്റി ആളുകൾ ഇങ്ങനെ പ്രകീർത്തിക്കാൻ തുടങ്ങിയത് എന്തിന്റെ പേരിലെന്നറിയോ? യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കണ്ടു തീർക്കാൻ നമുക്ക് കണ്ണുകൾക്ക് കഴിയും, പക്ഷെ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം കണ്ടു തീർക്കാൻ നമുക്ക് പറ്റൂല. ഏതുപോലെയെന്നറിയോ? ഇന്ന് നമ്മൾ പറയുന്നു ഏറ്റവും നല്ല സൗന്ദര്യത്തെ പറ്റി പറയുമ്പോ സഹോദരങ്ങളെ പറയുന്നത് ചന്ദ്രനോട് ഉപമിച്ചുകൊണ്ടാണ്. ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? കിഴക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ആ സമയത്ത് സൂര്യന്റെ രശ്മികളെ കാണാൻ നമുക്ക് കണ്ണിന് കഴിയൂല. ആർക്കാണ് സൂര്യനെ കാണാൻ പറ്റുക? ഒരു നിമിഷത്തിന്റെ പകുതിയിൽ സൂര്യനെ നോക്കി നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ ചന്ദ്രന് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നോക്കി നിൽക്കാം. കാരണം പിറ ആദ്യ സമയങ്ങളിൽ ഹിലാൽ എന്നാണ് പറയുന്നത്. ആ പിറ പിന്നീട് 2-ാം ദിവസം മുതൽ 13-ാം ദിവസം വരെ പറയുന്ന പേര് ബദർ എന്നാണ്. ഹിലാൽ എന്ന് പറയുന്ന സംഗതി ഒരു ചെറിയ കീറൽ പോലെയാണ്, ഒരു സ്ക്രാച്ച് പോലെയാണ്. അത് കാണുമ്പോഴാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്, അത് കാണുമ്പോഴാണ് നോമ്പ് പിടിച്ചു തുടങ്ങുന്നത്. അത് ഒരു നിമിഷം മാത്രം ചിലപ്പോ കാണും. അതിങ്ങനെ ഒരു സ്ക്രാച്ച് പോലെയാണ്, ഒരു ചെറിയ വര പോലെയാണ്. അത് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ വളർന്ന് വളർന്ന് വരുന്നത് കാണാൻ പറ്റും. അതിന്റെ പേര് ബദർ എന്നാണ്. 13-ന്റെ അന്ന് വരെ അതിന് പറയുന്നത് ബദർ എന്നാണ്. 14-ന്റെ അന്ന് പൂർണ്ണചന്ദ്രനാകുന്നു. അതിന് പറയുന്നത് ഹിലാൽ എന്നല്ല, അതിന് പറയുന്നത് ബദർ എന്നല്ല, അതിന് പറയുന്നത് ഖമർ എന്നാണ്. അത് 14 പൗർണമിയാണ്. അന്ന് നല്ല നിലാവാണ്. അന്ന് ആ ചന്ദ്രൻ ഇങ്ങനെ വലിയ ഒറട്ടിയുടെ വലിപ്പത്തിനുണ്ടാകും. അതിനെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് കാണാം. പക്ഷേ സൂര്യനെ ഒരു സെക്കൻഡിന്റെ ഒരു നിമിഷം പോലും നമുക്ക് കാണാൻ പറ്റൂല. കശംസി തൽഹറുൽ ഐനൈനി മിൻ ബുഅദി സഗീറതൻ വതുകിൽ ലുതറഫ മിൻ അമമി മൗലായ സല്ലി വസല്ലം. ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടമുണ്ടല്ലോ, അത് സൂര്യനെ പോലെയാണ്. സൂര്യനെ പോലെയാ. സൂര്യനെ കാണാൻ ആർക്കും കഴിയില്ല. ചന്ദ്രനെ കാണാൻ കഴിയുമെങ്കിൽ നബിതങ്ങളുടെ സൗന്ദര്യം കാണാൻ ആർക്കും പറ്റൂല. യൂസുഫ് നബിയുടെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ, ഒരായത്തായി ഒരു ഹദീസായി. എന്നാ റസൂലുള്ളാഹിനെ പറ്റി കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹാ, ലോകപ്പിയേ
ഏറ്റവും നല്ല മുഖകാന്തിയുള്ളത് എന്റെ റസൂലായിരുന്നു. ഒരു ദിവസം അതാ റസൂലുള്ളാഹി ചുമന്ന കുപ്പായം ധരിച്ചു ചുമന്ന തലപ്പാവ് ധരിച്ചുകൊണ്ട് കടന്നു വരികയാ. സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ എന്താണ് വെള്ള വസ്ത്രത്തിനല്ലേ പ്രയോറിറ്റി കൊടുക്കുക, എന്തേ ഇന്ന് ചുമന്ന വസ്ത്രം ധരിച്ചത്? ആ സമയത്ത് കടന്നു വന്ന നബി തങ്ങളുടെ അടുത്തെത്തുമ്പോ റസൂലുള്ളാഹി ചുമന്ന കുപ്പായം ധരിച്ചതല്ല, ചുമപ്പ് കലർന്ന വെളുത്ത ശരീരത്തിൽ വെള്ള വസ്ത്രമെടുത്തങ്ങണിഞ്ഞപ്പോ അത് ചുമപ്പ് പോലെ തോന്നുന്നതാ. കാഴ്ചക്കാർക്ക് ചുമന്ന നിറം തോന്നുന്നതാണ്. ഇത്രയും വലിയ സൗന്ദര്യം ഹബീബായ നബി തങ്ങൾക്ക് ഉണ്ടെങ്കിൽ അൽ ജമാൽ, ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമ നമ്മുടെ ഭർത്താവല്ല, എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യമാരല്ല, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. സ്നേഹിക്കുന്നെങ്കിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ സ്നേഹിക്കുന്നെങ്കിൽ സ്നേഹിച്ചോളൂ നിങ്ങൾ അള്ളാന്റെ ഹബീബിനെ. തീരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ സ്നേഹത്തിന്റെ മാനദണ്ഡം എന്തെന്നറിയോ? ഞാൻ ചുരുക്കി പറയാൻ വെളുക്കുന്നത് വരെ അറിവിൽ ശിശുവായ, അറിവിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാത്ത, അറിവിൽ പാപ്പരായ എനിക്ക് നേരം സുബഹിന്റെ ബാങ്ക് കേൾക്കുന്നത് വരെ അള്ളാന്റെ റസൂലിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, അറിവുള്ള ഏതൊരു ഉസ്താദിനെ പോലെ അറിവിന്റെ അവഗാഹം നേടിയ വലിയ വലിയ മഹാരഥന്മാരായ ആശിഖീങ്ങളായ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയാൻ ത്രാണിയും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം എത്ര ദിവസം പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് സൗന്ദര്യത്തിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടോ? എന്നാൽ ആ സ്നേഹം മുഴുവനും നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നായകനാണ്. മറക്കരുത്. ഇനി രണ്ടാമത്തെ മാനദണ്ഡം ഏതാണ്? അൽ കമാൽ, പരിപൂർണത, വ്യക്തിത്വം. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാരാണ്? വെറുതെ നബിതങ്ങളാണെന്ന് പറഞ്ഞാ പോരാ. നബിതങ്ങളുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. എല്ലാ കവലകളിലും റസൂലുള്ളാഹിനെ പറ്റി, അവിടുത്തെ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ തിരിച്ചറിയണം. നമ്മുടെ നബിതങ്ങളെ പറ്റി പഠിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിയണം. പഠിക്കുന്നുണ്ട്. ഞാനൊരു സാധാരണ വായിക്കുമ്പോ എനിക്കിഷ്ടം തോന്നിയ ഒരു ചെറു കൃതിയുണ്ട്. ഒരു സ്വാമി, അദ്ദേഹം ഖുർആൻ, ഞാൻ പഠിച്ച ഖുർആൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കൃതി എഴുതി. ഒരു ചെറിയ ബുക്കാണ്. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഓരോ വരികളും ആസ്വദിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹയെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം മനസ്സിലാക്കിയത് എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹം ഒരു മുഫസ്സിറോ ഖുർആന്റെ പരിഭാഷകനോ ഏതെങ്കിലും ഒരു വലിയ പണ്ഡിതനോ ഒന്നുമല്ല. അദ്ദേഹം ഖുർആനിനെ ഇങ്ങനെ പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതിയത് ഒരു ചെറിയ കൃതിയാക്കി. അദ്ദേഹം ഒരു മാസികയില്, ഒരു വാരികയിൽ അദ്ദേഹം ഇങ്ങനെ അതിന്റെ തുടർ ലേഖനങ്ങളാക്കി എഴുതിയിട്ട് അതിനെ ഒരു ചെറിയ കൃതിയാക്കി. ഞാനത് വാങ്ങി വായിച്ചപ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. റഹ്മാൻ റഹീം നമ്മൾ പഠിക്കുന്നത്, ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല, നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഈ കൊല്ലം ജില്ലയില്, തെക്കൻ കേരളത്തില് കിട്ടാവുന്നതിൽ ഏറ്റവും ഹൈ ക്ലാസ് ഇമാമിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലേ? ഏറ്റവും ടോപ്പ് ഇമാമിനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അവസരം ഇവിടെ തന്നെ ഉണ്ട് ഉസ്താദ്. അവസരം മുതലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നോക്കൂ, ആ സ്വാമി ഖുർആനിന് തഫ്സീർ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പഠിച്ചത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് റഹ്മാൻ. നമ്മളെ മക്കളോട് ചോദിച്ചാൽ എന്താ പറയാ? കരുണാകരനും കരുണാനിധിയും. കേരളത്തിന്റെയും തമിഴ്നാട്ടിലെ രണ്ട് മുഖ്യമന്ത്രി അറിയാം. ഒന്ന് കരുണാകരൻ, മറ്റൊന്ന് കരുണാനിധി. ഒന്ന് കേരളത്തിൻ്റെതും മറ്റൊന്ന് തമിഴ്നാട്ടിലതും. നമ്മുടെ അറിവുകൾ അവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഒന്ന് കരുണാകരനും മറ്റൊന്ന് കരുണാനിധിയും. സ്വാമി പഠിച്ചു ഖുർആനെ പറ്റി. സ്വാമി ഇങ്ങനെ ഖുർആനെ പറ്റി പഠിച്ചിട്ട് അദ്ദേഹം അതിന്റെ ആശയം എഴുതി വെച്ചിരിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ മഴവെള്ളവും റഹീം എന്ന് പറഞ്ഞാൽ കിണറിലെ വെള്ളവും എന്നാണ്. എന്താ റഹ്മാൻ മഴവെള്ളമാവാൻ കാരണം? യാതൊരു മുതൽ മുടക്കുമില്ലാതെ എല്ലാ മതവിഭാഗത്തിനും, എല്ലാ സംഘടനക്കാർക്കും, എല്ലാ രാഷ്ട്രീയക്കാർക്കും, എല്ലാ ആളുകൾക്കും, നാട്ടുകാർക്കും 5 പൈസയുടെ ചെലവില്ലാതെ കിട്ടുന്ന വെള്ളത്തിന്റെ പേര് മഴവെള്ളം എന്നാണ്, അല്ലേ? നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്തോ? ഇന്ന് മലയാള മനോരമയില് ഒരു വാർത്ത കിടക്കുന്നു.
അത് മലയാള മനോരമ ആയതുകൊണ്ട് വിശ്വാസയോഗ്യവുമല്ല. എന്നാൽ പോലും ആ വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് 2000 കോടി രൂപ കൊടുത്തിട്ട് മഴയെ കേന്ദ്ര സർക്കാർ തടയാൻ പോകുന്നു എന്നാണ്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഴവെള്ളം 5 പൈസയുടെ ചെലവില്ലാതെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാണ്. മുസൽമാനും അല്ലാഹു തആല മക്കളെ കൊടുക്കും, കാഫിരീങ്ങൾക്കും മക്കളെ കൊടുക്കും, മുനാഫിക്കീങ്ങൾക്കും ഭാര്യയെ കൊടുക്കും, മുശ്രിക്കീങ്ങൾക്ക് വെള്ളം കൊടുക്കും, അഹ്ലുസുന്നയുടെ ആളുകൾക്ക് കൊടുക്കുന്നത് ബിദ്അത്തിന്റെ ആളുകൾക്ക് കൊടുക്കും, ലലാലത്തിന്റെ ആളുകൾക്ക് കൊടുക്കും. എല്ലാവർക്കും അല്ലാഹ് ഒരുപോലെ അല്ല, കൂടുതലും അവർക്ക് എന്നാ കൊടുക്കുക അല്ലേ? ഇതാണ് റഹ്മാൻ. മഴവെള്ളം പോലെ ആരും അധ്വാനിക്കേണ്ട, എല്ലാം അവിടെ കിട്ടിക്കോളും. പക്ഷെ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞാൽ സ്ഥലം കാണണം, കിണർ കുത്തുന്നവനെ വിളിക്കണം, ഒരു കോലിന് എത്രയെന്ന് ചോദിക്കണം, വില പേശണം, അവന്റെ ഡേറ്റ് എടുക്കണം, ഒരാളെ കൊണ്ടുവന്ന് കുറ്റിയടിക്കണം, അവർക്ക് കൈമടക്ക് കൊടുക്കണം, എന്നിട്ട് പണി ആരംഭിക്കണം. കാത്ത് കാത്ത് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ കാത്തിരുന്ന് എത്രയോ കോല് കഴിഞ്ഞ് അവസാനം വെള്ളം കിട്ടുമ്പോ ആദ്യ വെള്ളം കോരി പായസം വെച്ച് പള്ളിയിൽ കൊടുത്ത് ഉസ്താദുമാർക്ക് കൊടുത്ത് സന്തോഷം പകുത്തെടുത്ത് ആ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകൾ മുഴുവനും ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടുന്നതിന്റെ പേരാണ് കിണറിലെ വെള്ളം. അതാണ് റഹീം എന്ന് പറഞ്ഞാൽ ഇവിടെ അനുസരിക്കുന്നവന്, ഇവിടെ വഴിപ്പെടുന്നവന്, ഇവിടെ കഷ്ടപ്പെടുന്നവന്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവന്, പരക്കം പാച്ചിനിടയിൽ ളുഹാ നിസ്കരിക്കുന്നവന്, ഈ തിരക്കിനിടയിലും ഹബീബിന് മൗലിദ് പറയുന്നവന്, മദ്ഹ് പാടുന്നവന്, അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവന് അള്ളാഹ് കൊടുക്കുന്നത് റഹീം എന്ന സിഫത്താണ്. അവൻ ആഖിറത്തിലെല്ലാം കൂടെ അങ്ങ് കൊടുക്കും. കഷ്ടപ്പെടുന്നവർക്ക് മാത്രം കിട്ടുന്നത് കിണറിലെ വെള്ളമാണ്. എത്ര നല്ല ഒരു കാര്യം. ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഒരു സമൂഹത്തെ അള്ളാഹ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായി പഠിക്കണം. നബിതങ്ങളെ പറ്റി പഠിച്ചേ പറ്റൂ. ഒന്നും അറിയില്ല നമുക്ക്. നബിതങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.